മാത്രമാണ് ആ പാത അതിജീവിക്കുവാനുള്ള ധാർമ്മിക ധൈര്യവും കരുത്തും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് എൻ്റെ നിരീക്ഷണം. അതുകൊണ്ട് ഈ വന്യപിതാവ് അനുഭവിച്ചിട്ടുള്ള യാതനകൾ എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും അത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിച്ചെടുക്കുവാൻ പ്രയാസമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഏറെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വന്യപിതാവ് ഒരുപക്ഷെ വിദേശ മേധാവിത്വത്തിൻ്റെ കൗശലങ്ങളും വിദേശ മേധാവിത്വത്തിൻ്റെ തന്ത്രങ്ങളും തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ പ്രവാചകനായി തീർന്നു കഴിഞ്ഞപ്പോൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അകത്തും പുറത്തും ശത്രുക്കളാണ്. എന്തിനെ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന അകത്തെ ശത്രുക്കൾ, പുറത്തുനിന്നുള്ള ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ഭീഷണിയാകാവുന്ന അന്തരീക്ഷം. പക്ഷെ അവിടെ ഒന്നും ആ പിതാവിനെ അതിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കുവാനോ തിരിച്ചറിഞ്ഞ സത്യത്തിന് എതിരായി നിൽക്കുവാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. മലങ്കര സഭ 15-ാം നൂറ്റാണ്ട് വരെയും വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ദേശീയതയുടെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിച്ച കഴിഞ്ഞുകൂടിയ ഒരു സഭയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ നമ്മെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കി അല്ലെങ്കിൽ അനുയായികളാക്കി തീർത്തതിന് ശേഷം 10-15 നൂറ്റാണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മേധാവിത്വത്തിൻ്റെയോ അടിമത്തത്തിൻ്റെയോ ആപത്തുകൾ കൂടാതെ നമ്മൾ ജീവിച്ചു. ഹൈന്ദവ രാജാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു. അവരെ ക്രൈസ്തവരെ വിശ്വസിച്ചു, ക്രൈസ്തവരെ ബഹുമാനിച്ചു, പദവികൾ നൽകി, നമ്മെ സത്യസന്ധരാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അവിടെ ഒന്നും ഒരു കുഴപ്പവുമില്ല. 16-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോഴേക്കും ഇവിടെ എന്തുണ്ട് എന്ന് എത്തി നോക്കത്തക്കവണ്ണം വിദേശികളിൽ ആരൊക്കെയോ ഇവിടെ വന്ന് എത്തി നോക്കിയപ്പോൾ ഇത് വളക്കൂറുള്ള മണ്ണാണ്, ഈ മണ്ണ് നല്ലതാണ്, ഇവിടെ നമുക്ക് വ്യാപാരം ചെയ്ത് കളയാം. വ്യാപാരം ചെയ്യുക മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. വ്യാപാരം ചെയ്ത് രാജ്യത്തിൻ്റെ ഉടമസ്ഥതയുടെ താക്കോൽ അവരുടെ കൈകളിലായി. ഈ നാട്ടുരാജാക്കന്മാരെ തല്ലിച്ച് ഈ ഭാരതത്തിൻ്റെ ഏകദേശം മുഴുവനും ഉടമസ്ഥതയുള്ളവരായി. പോകട്ടെ, അങ്ങനെ രാഷ്ട്രീയ അധികാരം മാത്രമല്ല അവർ കൈക്കലാക്കിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സത്യസന്ധരായ ക്രിസ്തീയ സഭകളുടെ വിശ്വാസവും അട്ടിമറിച്ചു. അതും അവരെ നമ്മെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട് എന്നുള്ളത് വിധത്തിലായിരിക്കാം. അവിടെയൊക്കെയാണ് സത്യത്തിൻ്റെ പ്രവാചകനും സത്യത്തെ തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമാകുന്ന വട്ടശ്ശേരി തിരുമേനിയുടെ ആ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ടൊന്ന് ഞാൻ അയവിറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ആ പിതാവിനെ നമ്മൾ ഓർക്കണം. ആ പിതാവിനെ മാത്രമല്ല, ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടത്തക്കവണ്ണമുള്ള വിധത്തിൽ ജീവിച്ച ഒരുപാട് പിതാക്കന്മാരുണ്ട്. ആ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ കരുത്തും ബലവും എന്നുള്ളത് ഓർക്കുക. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് കൂട്ടായിരിക്കട്ടെ, നമുക്കൊരു ബലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.